കേരളത്തിൽ ഇതിനു മുൻപും HMPV സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. HMPV സംബന്ധിച്ച് പ്രചരിക്കുന്ന ഭൂരിഭാഗം വാർത്തകളും തെറ്റാണെന്നും മാസ്ക് ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. HMPV ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അത് 2001 ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതിന് 50 വർഷം മുൻപ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസാണ്. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപും ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2023-24 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ബഹുമാനപ്പെട്ട CM സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ആരംഭിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2023-24 നമ്മളെടുത്ത സാമ്പിൾസ് റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ 11 സാമ്പിളുകൾ HMPV ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ കുറവായിരിക്കും. അതോടൊപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ചില ദേശീയ മാധ്യമങ്ങൾ ദിസ് വൈറസ് ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ഇന്ത്യ, ബാംഗ്ലൂരിൽ കണ്ടുപിടിച്ചു, ഗുജറാത്തിൽ കണ്ടുപിടിച്ചു, തൃശ്ശൂരിലുള്ള ചില ഓൺലൈൻ ചാനലുകൾ ഇവിടെ 6 കേസുണ്ട് എന്നുള്ള നിലയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനത് മീഡിയ സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷെ അവർ നല്ല രീതിയിൽ അതിൽ സഹകരിച്ച് അവരതിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് പല പത്രങ്ങളും, എനിക്ക് തോന്നുന്നു ഹിന്ദു ഒക്കെ നല്ല ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പല ചാനലുകളും കൊടുത്തിട്ടുണ്ട്. ആശങ്ക പരത്തരുത് എന്നുള്ളതാണ്. ജനിതക മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല. പിന്നെ തീർച്ചയായിട്ടും ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒരു വർധനവ് കാണുന്നത് കൊണ്ട് അത് HMPV മാത്രമല്ല, ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ കൊറോണ വൈറസ് മൂലം കോവിഡിൻ്റെ ചെറിയ രീതിയിലുള്ള റൈസും ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെയെങ്ങും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.